ശാന്തി 6/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സത്യമായ സാൽവേഷൻ ആർമി, അതായത് രക്ഷാ സൈന്യമായി സർവരെയും ഈ പാപത്തിൻ്റെ ലോകത്ത് നിന്നും പുണ്യത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകണം. എല്ലാവരുടെയും മുങ്ങിപ്പോയ തോണിയെ അക്കരെ എത്തിക്കണം. ചോദ്യം: ഏതൊരു നിശ്ചയം ഓരോ കുട്ടിയുടെയും ബുദ്ധിയിൽ നമ്പർ വൈസായിട്ടാണ് ഇരിക്കുന്നത്? ഉത്തരം: പതീത പാവനായ നമ്മുടെ മോസ്റ്റ് ബിലവഡായ ബാബ നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന നിശ്ചയം ഓരോരുത്തരുടെയും ബുദ്ധിയിൽ നമ്പർ വൈസായിട്ടാണ് ഇരിക്കുന്നത്. അഥവാ പൂർണ്ണ നിശ്ചയം ആർക്കെങ്കിലും ഉണ്ടായാൽ തന്നെ മായ മുന്നിൽ നിൽക്കുകയാണ്, ബാബയെ മറന്നു പോകുന്നു, ഫെയിലായി പോകുന്നു. ആർക്ക് നിശ്ചയമുണ്ടായിരിക്കുന്നുവോ അവർ പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥത്തിൽ മുഴുകുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം എന്നത് ബുദ്ധിയിൽ ഇരിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് ഗുഡ് മോർണിംഗ്. കുട്ടികൾക്കറിയാം, സത്യയുഗത്തിൽ സദാ ഗുഡ് മോർണിംഗ്, ഗുഡ് ഡേ, ഗുഡ് എവറിത്തിങ്, ഗുഡ് നൈറ്റ്, എല്ലാം ഗുഡ് തന്നെ, ഗുഡാണ്. ഇവിടെയാണെങ്കിൽ ഗുഡ് മോർണിംഗുമില്ല, ഗുഡ് നൈറ്റുമില്ല. ഏറ്റവും മോശമായതാണ് നൈറ്റ്. അപ്പോൾ ഏറ്റവും നല്ലതെന്താണ്? പ്രഭാതം. അതിനെ അമൃതവേള എന്ന് പറയുന്നു. നിങ്ങളുടെ ഓരോ സമയവും ഗുഡ് തന്നെ, ഗുഡാണ്, അതായത് വളരെ നല്ലതാണ്. കുട്ടികൾക്കറിയാം, ഈ സമയത്ത് നമ്മൾ യോഗേശ്വരനും യോഗേശ്വരിയുമാണ്. ഈശ്വരൻ നിങ്ങളുടെ പിതാവാണ്. ആ ഒന്ന് വന്ന് യോഗം പഠിപ്പിക്കുന്നു. അതായത് കുട്ടികളായ നിങ്ങൾക്ക് ഒരു ഈശ്വരനോടുമായി യോഗമുണ്ട്. കുട്ടികളായ നിങ്ങൾ യോഗേശ്വരന് ശേഷം ജ്ഞാനേശ്വരനായ ബാബയെ മനസ്സിലായി. യോഗം നടന്നു. പിന്നെ ബാബ നിങ്ങൾക്ക് മുഴുവൻ ചക്രത്തിൻ്റെയും നോളജ് മനസ്സിലാക്കിച്ചു തരുന്നു. അതിലൂടെ നിങ്ങളും ജ്ഞാനേശ്വരൻ ആകുന്നു. ഈശ്വരനാകുന്ന ബാബ കുട്ടികളിൽ വന്ന് ജ്ഞാനവും യോഗവും പഠിപ്പിക്കുന്നു. ഏത് ഈശ്വരൻ? നിരാകാരനായ പിതാവ്. ഇപ്പോൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചെയ്യൂ, അതായത് ബുദ്ധിയെ ഉപയോഗപ്പെടുത്തൂ. ഗുരുക്കന്മാരുടെ വളരെയധികം മതങ്ങളുണ്ട്. ചിലർ പറയും കൃഷ്ണനുമായി യോഗം വയ്ക്കൂ, പിന്നെ കൃഷ്ണന്റെ ചിത്രവും നൽകും. ചിലർ സായി ബാബയെ, ചിലർ മഹർഷി ബാബയെ, ചിലർ മുസൽമാനെ, ചിലർ പാഴ്സിയെ, എല്ലാവരെയും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം ഭഗവാൻ തന്നെ ഭഗവാനാണ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മനുഷ്യൻ ഭഗവാനാവുക സാധ്യമല്ല. ഈ ലക്ഷ്മി നാരായണനെയും ഭഗവാൻ ഭഗവതി എന്ന് പറയുക സാധ്യമല്ല. ഭഗവാൻ ഒരേ ഒരു നിരാകാരനാണ്. ആ ഒന്ന് ആത്മാക്കളായ നിങ്ങളുടെ എല്ലാം അച്ഛനാണ്. ആ ഒന്നിനെ ശിവബാബ എന്ന് പറയുന്നു. നിങ്ങൾ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളായി സത്സംഗങ്ങളിൽ പങ്കുചേർന്നു വന്നത്. ഏതെങ്കിലും ഒരു സന്യാസി, പണ്ഡിതൻ തുടങ്ങിയവർ തീർച്ചയായും ഉണ്ടാകും. ഇത് നമ്മുടെ ഗുരുവാണ് എന്ന് ലോകർ അറിയുന്നു. നമ്മളെ കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ കഥകളും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കേവലം ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നതിലൂടെ രസം വരുന്നില്ല. അത് അച്ഛനാണ്. അപ്പോൾ ബാബ എന്ന് പറയുന്നതിലൂടെ സംബന്ധം സ്നേഹപൂർണമാകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയുടെയും മമ്മിയുടെയും കുട്ടികളായിരിക്കുന്നു. അതിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ സുഖം ലഭിക്കുന്നു. നമ്മൾ ഈ സത്സംഗത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയും നരകവാസിയിൽ നിന്നും സ്വർഗവാസിയുമാകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സത്സംഗവും ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങളുടേത് സത് പിതാവിൻ്റെ കൂടെയുള്ള സംഘമാണ്. മറ്റെല്ലാവരുടേതും അസത്യവുമായുള്ള സംഘം എന്ന് പറയുന്നു.
സത്യമായ സംഘം, അതായത് കൂട്ടുകെട്ട്, അക്കരെ എത്തിക്കും. ഭൗതികമായ സംഘം മുക്കി താഴ്ത്തും എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ബാബ പറയുന്നു, ആത്മാഭിമാനി അഥവാ ദേഹി അഭിമാനിയാകൂ. ഞാൻ കുട്ടികളായ നിങ്ങളെ അഥവാ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. ഈ ആത്മീയ നോളജ് ആത്മാക്കൾക്ക് വേണ്ടി സുപ്രീം ആത്മാവ് വന്ന് നൽകുന്നു. ബാക്കിയെല്ലാം ഭക്തി മാർഗമാണ്. അവ ജ്ഞാനമാർഗമൊന്നുമല്ല. ബാബ പറയുന്നു, ഞാൻ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സൃഷ്ടിയുടെ ആദ്യം മധ്യ അന്ത്യത്തെയും അറിയുന്നവനാണ്, അതോറിറ്റിയുമാണ്. അവർ ഭക്തി മാർഗത്തിൻ്റെ അതോറിറ്റിയാണ്. വളരെയധികം ശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നു. അപ്പോൾ അവരെ ശാസ്ത്രങ്ങളുടെ അതോറിറ്റി എന്ന് പറയുന്നു. നിങ്ങളെ ബാബ വന്ന് സത്യം കേൾപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സത്യവുമായുള്ള സംഘം അക്കരെ എത്തിക്കും, അസത്യത്തിൻ്റെ സംഘം മുക്കി താഴ്ത്തും. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളിലൂടെ ഭാരതത്തെ സാൽവേജ് അഥവാ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളാണ് ആത്മീയ സാൽവേഷൻ ആർമി. സാൽവേജ് ചെയ്യുന്നു. ബാബ പറയുന്നു, ഭാരതം സ്വർഗമായിരുന്നു, അതിപ്പോൾ നരകമായിരിക്കുന്നു, മുങ്ങിയിരിക്കുന്നു. ബാക്കി സാഗരത്തിൻ്റെ താഴെ ഒന്നുമില്ല. നിങ്ങൾ സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായിരിക്കുന്നു. സത്യയുഗവും ത്രേതായുമാണ് സദോ പ്രധാനം. ഇത് വലിയ സ്റ്റീമറാണ്. നിങ്ങൾ സ്റ്റീമറിൽ ഇരിക്കുകയാണ്. ഇത് പാപത്തിൻ്റെ നഗരമാണ്. കാരണം എല്ലാവരും പാപാത്മാക്കളാണ്. വാസ്തവത്തിൽ ഗുരു ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ ആരും അറിയുന്നില്ല. ഓ ഗോഡ് ഫാദർ എന്ന് എപ്പോഴും പറയുന്നു. ഗോഡ് ഫാദർ കം പ്രിസെപ്റ്റർ എന്ന് പറയുന്നില്ല. അങ്ങനെയല്ല, കേവലം ഫാദർ എന്നാണ് പറയുന്നത്. ആ ഒന്ന് പതീത പാവനാണ്. അപ്പോൾ ഗുരുവുമായി സർവരുടെയും പതീത പാവനൻ സദ്ഗതി ദാതാവ് ഒന്നാണ്. ഈ പതീത ലോകത്തിൽ ഒരു മനുഷ്യനും സദ്ഗതി ദാതാവോ പതീത പാവനോ ആകുക സാധ്യമല്ല. ബാബ പറയുന്നു, എത്ര അഡൽട്രേഷനും കറപ്ഷനുമാണ്. ഇപ്പോൾ എനിക്ക് കന്യകമാരിലൂടെ, മാതാക്കളിലൂടെ സർവരെയും ഉദ്ധരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ എല്ലാവരും സഹോദരി സഹോദരനായി. ഇല്ലെങ്കിൽ മുത്തച്ഛൻ്റെ സമ്പത്ത് എങ്ങനെ ലഭിക്കും? മുത്തച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു 21 തലമുറയ്ക്ക്, അതായത് സ്വർഗത്തിൻ്റെ രാജധാനി. സമ്പാദ്യം എത്ര വലുതാണ്! ഇതാണ് സത്യമായ സമ്പാദ്യം, സത്യമായ പിതാവിലൂടെ. ബാബ പിതാവുമാണ്, ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്, പ്രാക്ടിക്കലിൽ ചെയ്ത് കാണിക്കുന്നവനാണ്. ഗുരു മരിച്ചുപോയി എങ്കിൽ ശിഷ്യന് സിംഹാസനം ലഭിക്കുന്നു എന്നല്ല. അവർ ഭൗതിക ഗുരുക്കന്മാരാണ്. ഇതാണ് ആത്മീയ ഗുരു. ഈ കാര്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇത് തികച്ചും പുതിയ കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, നമ്മളെ ഏതെങ്കിലും മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്. നമ്മളെ ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനുമായ ശിവ് ബാബ ഈ ശരീരത്തിലൂടെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി ശിവ് ബാബയുടെ നേർക്കാണ്. ആ സത്സംഗങ്ങളിൽ മനുഷ്യൻ്റെ നേർക്ക് ബുദ്ധി പോകും. അതെല്ലാം ഭക്തി മാർഗമാണ്. ഇപ്പോൾ നിങ്ങൾ പാടുന്നുണ്ട്, നീ മാതാവും പിതാവും, നമ്മൾ നിന്റെ കുട്ടികൾ എന്ന്. ഇതാകട്ടെ ഒന്നാണല്ലോ. എന്നാൽ ബാബ പറയുന്നു, ഞാൻ എങ്ങനെയാണ് വന്ന് നിങ്ങളെ തൻ്റേതാക്കുന്നത്? ഞാൻ നിങ്ങളുടെ പിതാവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആധാരം എടുക്കുന്നു. ഇദ്ദേഹം, അതായത് ബ്രഹ്മാവ്, എൻ്റെ സ്ത്രീയുമാണ്, കുട്ടിയുമാണ്. ഇദ്ദേഹത്തിലൂടെ ശിവ് ബാബ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് വലിയ മമ്മയായി. ഈ ഒന്നിന് ഒരു മാതാവില്ല. സരസ്വതിയെ ജഗദംബ എന്ന് പറയുന്നു. ആ ഒന്നിനെ നിങ്ങളെ പരിപാലിക്കുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്നു. സരസ്വതി ജ്ഞാനേശ്വരിയാണ്. ഇതാണ് ചെറിയ മമ്മ. ഇത് വളരെ ഗുഹ്യമായ കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ഈ ഗുഹ്യമായ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിത്ത് റെസ്പെക്റ്റ് പാസ്സാകേണ്ടതുണ്ട്.
ഈ ലക്ഷ്മി നാരായണൻ വിത്ത് റെസ്പെക്റ്റ് പാസ്സാക്കുന്നു. അവർക്ക് ഏറ്റവും വലിയ സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുന്നു. ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. ബാബ പറയുന്നു, എത്ര സാധിക്കുമോ ഓർമ്മിക്കൂ. ഇതിനെ ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്ന് പറയുന്നു. ബാബ പറയുന്നു, നിങ്ങളെ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചു. അതിലൂടെ നിങ്ങൾ പ്രാപ്തി നേടി. പിന്നെ ജ്ഞാനം സമാപ്തമായി. പിന്നെ പരമ്പരാഗതമായി എങ്ങനെ തുടരുവാൻ സാധിക്കും? അവിടെ ശാസ്ത്രങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. മറ്റ് ധർമ്മത്തിലുള്ളവരുടെ, അതായത് ഇസ്ലാമി, ബൗദ്ധർ തുടങ്ങിയവരുടെ ജ്ഞാനം അപ്രത്യക്ഷമാകുന്നില്ല. അവരുടേത് പരമ്പരയായി തുടരുന്നു. എല്ലാവർക്കും അറിയാം. എന്നാൽ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഏതൊരു ജ്ഞാനമാണോ കേൾപ്പിക്കുന്നത് അത് ആരും അറിയുന്നില്ല. ഭാരതം ദുഃഖമുള്ളതായി മാറുന്നു. അതിനെ വന്ന് സദാ സുഖമുള്ളതാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിലിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയോഗം ബാബയുമായി ഉണ്ടായിരിക്കണം. ആത്മാക്കളുടെ പിതാവാണ് പരംപിത പരമാത്മാവ്. അത് സർവ കുട്ടികളുടെയും പിതാവാണ്. എല്ലാവരും ആ ഒന്നിൻ്റെ കുട്ടികളായല്ലോ. എല്ലാ ആത്മാക്കളും ഈ സമയം പതീതമാണ്. ബാബ പറയുന്നു, ഞാൻ പ്രാക്ടിക്കലിൽ വന്നിരിക്കുകയാണ്. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. തീപിടിക്കും എന്നറിയുന്നുണ്ട്. എല്ലാവരുടെയും ശരീരം ഇല്ലാതാകും. എല്ലാ ആത്മാക്കൾക്കും തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബ്രഹ്മത്തിൽ ലീനമാകും എന്നോ ജ്യോതിയിൽ ലയിച്ചു ചേരുമെന്നോ അല്ല. ബ്രഹ്മസമാജികൾ പിന്നെ ജ്യോതി തെളിക്കുന്നു. അതിനെ ബ്രഹ്മക്ഷേത്രം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ബ്രഹ്മം മഹത്തത്വമാണ്. അവിടെ സർവ ആത്മാക്കളും വസിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ക്ഷേത്രം അതാണ്. പവിത്ര ആത്മാക്കൾ അവിടെ വസിക്കുന്നു. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബ ഇരുന്ന് കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനീശ്വരനാണ്, പിന്നീട് രാജരാജേശ്വരനാകുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഇതുണ്ട്. പതീത പാവനും മോസ്റ്റ് ബിലവഡുമായ ബാബ വന്ന് നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. പലരുടെയും ബുദ്ധിയിൽ ഇതുപോലും ഇരിക്കുന്നില്ല. ഇത്രയും പേർ ഇരിക്കുകയാണ്. ഇതിൽ ആരും 100% നിശ്ചയബുദ്ധി അല്ല. ചിലർ 80%, ചിലർ 50%, ചിലർ അതുപോലുമല്ല. അത് തികച്ചും ഫെയിലിയറായി. തീർച്ചയായും നമ്പർ വൈസാണ്. നിശ്ചയമില്ലാത്ത വളരെ പേരുണ്ട്. നിശ്ചയമുണ്ടാകുവാൻ പ്രയത്നിക്കുന്നു. നിശ്ചയമുണ്ടായാൽ തന്നെ മായ കടുത്തതാണ്. ബാബയെ മറന്നു പോകുന്നു. ഈ ബ്രഹ്മാവ് സ്വയം പറയുന്നു, ഞാൻ പൂർണ്ണ ഭക്തനായിരുന്നു. 63 ജന്മം ഭക്തി ചെയ്തു. തത്വം. നിങ്ങളും 63 ജന്മം ഭക്തി ചെയ്തു. 21 ജന്മം സുഖം നേടി വീണ്ടും ഭക്തരായിരിക്കുന്നു. ഭക്തിക്ക് ശേഷമാണ് വൈരാഗ്യം. സന്യാസിമാരും ഈ വാക്കുകൾ പറയുന്നു, ജ്ഞാനം, ഭക്തി, വൈരാഗ്യം. അവർക്ക് വീടിനോടും കുടുംബത്തോടും വൈരാഗ്യം വരുന്നു. അവരുടേത് പരിധിയുള്ള വൈരാഗ്യം എന്ന് പറയുന്നു. നിങ്ങളുടേതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കാടുകളേയില്ല. എല്ലാ കുടിലുകളും ശൂന്യമായി കിടക്കുന്നു. കാരണം ആദ്യം സദോ പ്രധാനമായിരുന്നു. ഇപ്പോൾ അവ തമോ പ്രധാനമായി. ഇപ്പോൾ അവരിൽ ഒരു ശക്തിയുമില്ല. ലക്ഷ്മി നാരായണന്റെ രാജധാനിയിൽ ഏതൊരു ശക്തിയാണോ ഉണ്ടായിരുന്നത് അത് പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ നോക്കൂ എവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. യാതൊരു ശക്തിയുമില്ല. ഇവിടെയും ഗവൺമെൻറ്റും പറയുന്നു, നമ്മൾ ധർമ്മത്തെ അംഗീകരിക്കുന്നില്ല. ധർമ്മത്തിൽ തന്നെയാണ് വളരെയധികം നഷ്ടമുള്ളത്. അടിവഴക്കുകൾ കൂടുന്നു. കോൺഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ധർമ്മങ്ങളും ഒരു മതമുള്ളവരാകാൻ. എന്നാൽ ചോദിക്കൂ, എങ്ങനെ ഒന്നാകാൻ സാധിക്കും? ഇപ്പോൾ എല്ലാവരും തിരികെ പോകാൻ പോകുന്നു.
ബാബ വന്നിരിക്കുകയാണ്. ഈ ലോകം ഇപ്പോൾ ശ്മശാനമാകേണ്ടതുണ്ട്. ബാക്കി ഇത് വെറൈറ്റി വൃക്ഷമാണ്. അതെങ്ങനെ ഒന്നാകും? ഒന്നും മനസ്സിലാക്കുന്നില്ല. ഭാരതത്തിൽ ഒരു ധർമ്മമുണ്ടായിരുന്നു. അവരെ പറയുന്നത് അദ്വൈത മതമുള്ള ദേവതമാർ എന്നാണ്. ദ്വൈതം എന്നാൽ ദൈത്യൻ. ബാബ പറയുന്നു, നിങ്ങളുടെ ഈ ധർമ്മം വളരെ സുഖം നൽകുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയാം, പുനർജന്മം എടുത്ത് നമുക്ക് വീണ്ടും 84 ജന്മം അനുഭവിക്കേണ്ടതുണ്ട്. നമ്മൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തത് എന്ന നിശ്ചയവുമുണ്ട്. നമുക്ക് തന്നെ പോകേണ്ടതുണ്ട്, പിന്നെ വരേണ്ടതുണ്ട്. ഭാരതവാസികളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. നിങ്ങൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഇത് നിങ്ങളുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. കേവലം ഒരാളോടല്ല പറയുന്നത്, പാണ്ഡവ സേനയെ മനസ്സിലാക്കിക്കുന്നു. നിങ്ങൾ വഴികാട്ടികളാണ്. നിങ്ങൾ ആത്മീയ യാത്ര പഠിപ്പിക്കുന്നു. അതിനാൽ പാണ്ഡവ സേന എന്ന് പറയുന്നു. രാജ്യം ഇപ്പോൾ കൗരവരുടേതുമല്ല, പാണ്ഡവരുടേതുമല്ല. അവരും പ്രജയാണ്, നിങ്ങളും പ്രജയാണ്. കൗരവരും പാണ്ഡവരും സഹോദരങ്ങളാണ് എന്ന് പറയുന്നു. പാണ്ഡവരുടെ ഭാഗത്താണ് പരംപിത പരമാത്മാവ്. ബാബ തന്നെ വന്ന് മായയുടെ മേൽ ജയം നേടുന്നത് പഠിപ്പിക്കുന്നു. നിങ്ങൾ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർ അഹിംസകരാണ്. അഹിംസ പരമോ ധർമ്മം. മുഖ്യമായ കാര്യമാണ് കാമകഠാര പ്രയോഗിക്കാതിരിക്കുക. ഭാരതവാസികൾ മനസ്സിലാക്കുന്നു, ഗോവധം ചെയ്യാതിരിക്കുക, ഇതാണ് അഹിംസ എന്ന്. പക്ഷേ ബാബ പറയുന്നു, കാമകഠാര പ്രയോഗിക്കാതിരിക്കൂ. ഇതിനെ തന്നെയാണ് വലുതിലും വലിയ ഹിംസ എന്ന് പറയുന്നത്. സത്യയുഗത്തിൽ കാമകഠാരയുമില്ല, അടിവഴക്കുകളും നടക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ രണ്ടുമുണ്ട്. കാമകഠാര തന്നെയാണ് ആദിമധ്യ അന്ത്യം ദുഃഖം നൽകുന്നത്. നിങ്ങൾ ഏണി പടികൾ ഇറങ്ങുന്നു. 84 ജന്മങ്ങൾ നിങ്ങൾ ഭാരതവാസികൾ എടുത്തു. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. പിന്നെ പുനർജന്മം എടുക്കുന്നു. ഓരോരോ ജന്മം ഓരോരോ പടിയാണ്. ഇവിടെ നിന്നും നിങ്ങൾ ഒറ്റയടിക്ക് മുകളിലേക്ക് ജമ്പ് ചെയ്യുന്നു. 84 പടികൾ ഇറങ്ങുന്നതിന് നിങ്ങൾക്ക് 5000 വർഷം എടുക്കുന്നു. ഇവിടെ നിന്നും പിന്നെ നിങ്ങൾ സെക്കൻഡിൽ കയറുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി ആരാണ് നൽകുന്നത്? ബാബ. ഇപ്പോൾ എല്ലാവരും പൂർണ്ണമായും നിലത്ത് കിടക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ. ഇത് ബുദ്ധിയിൽ വെക്കണം. ഇപ്പോൾ നാടകം പൂർത്തിയായി. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് തൻ്റെ പിതാവിനെയും വീടിനെയും ഓർമ്മിക്കേണ്ടതുണ്ട്. ആദ്യം ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നത്. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നതിലൂടെ ഒരു പാപം പോലും മുറിയുകയില്ല. പതീത പാവനൻ പരമാത്മാവ് തന്നെയാണ്. ആ ഒന്ന് എങ്ങനെയാണ് പാവനമാക്കുന്നത്? ഇത് ലോകത്തിൽ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ബാബയ്ക്ക് വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങൾ ജയന്തി ആഘോഷിക്കുന്നു. എപ്പോൾ വന്നു? ഇന്ന നിമിഷം ഇന്ന തിഥിയിലും തീയതിയിലും വന്നു എന്ന് പറയുവാൻ സാധിക്കില്ല. ശിവ് ബാബ എപ്പോൾ വന്നു എന്നത് എങ്ങനെ പറയുവാൻ സാധിക്കും? സാക്ഷാത്കാരം വളരെയധികം ഉണ്ടാകുന്നു. ആദ്യം നമ്മൾ സർവവ്യാപിയായി മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായി. ബാബ ദിനം പ്രതിദിനം ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സാധാരണ കുട്ടികൾ എത്ര വലിയ നോളജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വിത്ത് റെസ്പെക്റ്റ് പാസ് ആകുന്നതിനായി
ശിക്ഷകളിൽ നിന്നും മുക്തമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഓർമ്മയിലിരിക്കുന്നതിലൂടെ തന്നെയാണ് സ്കോളർഷിപ്പ് നേടാനുള്ള അധികാരിയാകുവാൻ സാധിക്കുന്നത്. സത്യം സത്യമായ പാണ്ഡവനായി എല്ലാവരെയും ആത്മീയ യാത്ര ചെയ്യിപ്പിക്കണം. ഒരു പ്രകാരത്തിലുമുള്ള ഹിംസയും ചെയ്യരുത്. വരദാനം. ലൈറ്റ് ഹൗസിൻ്റെ സ്ഥിതിയിലൂടെ പാപകർമ്മങ്ങളെ സമാപ്തമാക്കുന്ന പുണ്യ ആത്മാവായി ഭവിക്കട്ടെ. എവിടെ ലൈറ്റ് ഉണ്ടായിരിക്കുന്നുവോ അവിടെ യാതൊരു പാപത്തിൻ്റെ കർമ്മവും ഉണ്ടാകുന്നില്ല. അപ്പോൾ സദാ ലൈറ്റ് ഹൗസ് സ്ഥിതിയിൽ ഇരിക്കുന്നതിലൂടെ മായയ്ക്ക് ഒരു പാപകർമ്മവും ചെയ്യിക്കുവാൻ സാധിക്കില്ല. സദാ പുണ്യ ആത്മാവായി മാറും. പുണ്യ ആത്മാവിന് സങ്കല്പത്തിൽ പോലും ഒരു പാപകർമ്മവും ചെയ്യാൻ സാധിക്കില്ല. എവിടെ പാപമുണ്ടോ അവിടെ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ദൃഢസങ്കല്പം എടുക്കൂ, ഞാൻ പുണ്യ ആത്മാവാണ്. പാപത്തിന് എൻ്റെ മുന്നിൽ വരാൻ സാധിക്കില്ല. സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും പാപത്തെ വരാൻ അനുവദിക്കരുത്. സ്ലോഗൻ. ആരാണോ ഓരോ ദൃശ്യത്തെയും സാക്ഷിയായി നോക്കുന്നത് അവർ തന്നെയാണ് സദാ ഹർഷിതമായി ഇരിക്കുന്നത്. അവ്യക്ത സൂചന. നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷനെ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. നിശ്ചയബുദ്ധിയുള്ള കുട്ടികൾ സദാ ഹർഷിതവും നിശ്ചിന്തവുമായി ഇരിക്കുന്നു. ചിന്ത സന്തോഷത്തെ സമാപ്തമാക്കുന്നു. നിശ്ചിന്തമാണെങ്കിൽ സദാ സന്തോഷത്തിൽ ഇരിക്കും. എപ്പോഴാണോ ഏതെങ്കിലും കാര്യത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിക്കും, ഈ ചോദ്യങ്ങൾ വരുന്നത്, അപ്പോൾ ചിന്തയുണ്ടാകുന്നു. എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ, ഇവ ചിന്തയുടെ അലകളാണ്. ചിലർ പിന്നെ പറയുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു, എനിക്ക് പിന്നാലെ ഈ ബന്ധനങ്ങൾ എന്തുകൊണ്ട്, എനിക്ക് പിന്നാലെ മായ എന്തുകൊണ്ട് വരുന്നു, എൻ്റെ മാത്രം കണക്കുകൾ കടുത്തതായിരിക്കുന്നത് എന്തുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എന്നത് വരിക അർത്ഥം ചിന്തയുടെ അല. ആരാണോ ഈ ചിന്തകളിൽ നിന്നും ഉപരിയായിരിക്കുന്നത് അവരാണ് നിശ്ചിന്തം. ഓം ശാന്തി. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായ ഞാൻ അജർ, അമർ, അവിനാശി ആത്മാവാണ്. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരമധാമം ആകുന്ന എൻ്റെ വീട്ടിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു. ആദ്യത്തെ 2 യുഗങ്ങളിൽ ഞാൻ സമ്പൂർണ്ണ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജന്മങ്ങളിലൂടെ കടന്നുപോയി. കാരണം ഞാൻ ആ സമയം സർവഗുണ സമ്പന്നമായിരുന്നു. സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ആത്മാഭിമാനിയായിരുന്നു. എന്നാൽ ദ്വാപര യുഗം മുതലുള്ള എൻ്റെ ജീവിത യാത്രയിൽ ആത്മവിസ്മൃതി കാരണം എൻ്റെ ഈശ്വരീയ സമ്പത്തുകൾ
നഷ്ടമാകുവാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഈ അതിശ്രേഷ്ഠമായ സംഗമയുഗത്തിൽ സർവശക്തിവാനായ പരമാത്മാവ് എനിക്ക് സത്യമായ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഞാൻ ദേഹമല്ല, ആത്മാവാകുന്നു. ശാന്ത സ്വരൂപമാകുന്നു. സ്നേഹ സ്വരൂപമാണ്. ആനന്ദ സ്വരൂപമാണ്. ആനന്ദം എൻ്റെ സ്വഭാവമാണ്. സുഖം എൻ്റെ സമ്പത്താണ്. ഞാൻ സത് ചിത് ആനന്ദ സ്വരൂപമാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുന്നു. ഇപ്പോൾ ഞാൻ ഈ ദേഹത്തു നിന്നും മാറി മുകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു തിളങ്ങുന്ന ജ്യോതിയായി ഈ ദൃശ്യപ്രപഞ്ചത്തിനും ഉപരിയായി ആകാശമണ്ഡലവും കടന്ന് പരംധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ സമ്പൂർണ്ണ ശാന്തിയുടെ ഈ ലോകം എൻ്റെ വീടാണ്. എൻ്റെ മുന്നിൽ സർവ ദുഃഖങ്ങളും ഹരിച്ച് സുഖം നൽകുന്ന ആനന്ദ സാഗരമായ ശിവപരമാത്മാവിനെ കണ്ട് ഞാൻ ആനന്ദിതമാകുന്നു. ആരെയാണോ ഞാൻ ജന്മജന്മങ്ങളായി ഓർമ്മിച്ചത്, ആരുടെ ദർശനത്തിനാണോ ജന്മജന്മങ്ങൾ ഞാൻ ആഗ്രഹിച്ചത്, ആ ഈശ്വരൻ്റെ സമീപത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ബാബയുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിൽ ബാബയുടെ സമീപത്ത് ഇരിക്കുമ്പോൾ അളവറ്റ സുഖം ഞാൻ അനുഭവിക്കുന്നു.
പ്രിയപ്പെട്ട ബാബ, അങ്ങ് എൻ്റേതാണ്. ബാബയും എന്നെ ബാബയുടെ പ്രിയപ്പെട്ട കുട്ടിയായി അതിയായി സ്നേഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈ ഈശ്വരീയ സ്നേഹത്തിൽ ഈശ്വരൻ്റെ സുഖദായി കിരണങ്ങളുടെ, ആനന്ദദായി കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സമ്പന്നമാകുന്നു, സമ്പൂർണമാകുന്നു. ആത്മവിസ്മൃതിയുടെ ജീവിത യാത്രയ്ക്കിടയിൽ നഷ്ടമായ സർവ ഈശ്വരീയ സമ്പത്തും എനിക്ക് തിരികെ പ്രാപ്തമാകുന്നു. ഞാൻ ആനന്ദിതമായി ഈ ദിവ്യ അനുഭൂതിയാൽ സംതൃപ്തമായി സാകാര ലോകത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നു. ദൃശ്യപ്രപഞ്ചത്തിലേക്ക് തിരികെ വന്ന് എൻ്റെ സാകാര ദേഹത്തിലേക്ക് വന്ന് മസ്തകമധ്യത്തിൽ സച്ചിത് ആനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.